ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ശരവണ ഭവൻ ടേസ്റ്റിൽ നല്ല ക്രിസ്പിയായ ഉഴുന്നുവടയും തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. 2 കപ്പ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 6 മണിക്കൂർ കുതിർത്തി വെച്ചതാണിത്. അങ്ങനെ ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഉഴുന്ന് നന്നായിട്ട് തന്നെ പൊതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതെന്ത് ചെയ്യാം, ഈ ഉഴുന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഉഴുന്ന് വടക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയുടെ താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉഴുന്ന് ഇടുന്ന മുന്നേ തന്നെ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നിട്ട സമയത്ത് പെട്ടെന്ന് ഇത് നല്ല ഡ്രൈ ആയി പോകും. വെള്ളം ഒഴിക്കുന്നതോടുകൂടി നമുക്ക് മിക്സിയിൽ നല്ലോണം ഒന്ന് അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് താഴെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കാരണം ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മളെ വടൻ്റെ നെയ്യ് കുടിച്ച് ആകെ ഒരു വല്ലാത്തൊരു സ്ഥിതിയിലായി പോവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളം നമ്മൾ കൂടുതൽ ഒഴിക്കാത്തത് കൊണ്ട് മിക്സിയുടെ ഒരു പകുതി ഭാഗത്ത് ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ലെവലിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്, ഈ ഒരു രീതിയിൽ. കാരണം വെള്ളം കുറച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതേപോലെ മിക്സിയുടെ മുഴുവനായിട്ട് ഇടാൻ പാടില്ല, പകുതിയായിട്ട്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. അങ്ങനെ ഞാൻ ഉഴുന്നെല്ലാം ഫുള്ള് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 6 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഉഴുന്ന് വടൻ്റെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ വരെ ഞാൻ ഇതേപോലെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം പൊങ്ങി അടിപൊളി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, വളരെ ഫൈനായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 പച്ചമുളക്, നിങ്ങളെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. അതേപോലെ തന്നെ ഒരു പിടിയോളം മല്ലിയില ചെറുതായി അരിഞ്ഞത്. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചതച്ചത്, ഫൈനായിട്ട് ചതച്ചിട്ടില്ല, ഇതേ രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ചതച്ചത്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ച് മാറ്റി വെക്കണം. അങ്ങനെ നമുക്ക് വട തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒരു പാനിൽ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓയിൽ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കൈ ഉണ്ടല്ലോ, കയ്യിൽ നല്ലോണം ഒന്ന് വെള്ളം ഒന്ന് മുക്കിയെടുക്കുക. ഇതാ ഇങ്ങനെ. എന്നിട്ട് നമ്മുടെ മാവ് കുറച്ചെടുക്കുക. ഇത് ഉഴുന്നായതുകൊണ്ട് വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൈമേൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ ഒരു ഭാഗം വെച്ചിട്ട് കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചൂണ്ട് വിരൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഓൾസ് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. വെള്ളത്തിൽ കൈ വെക്കുക, ഒന്ന് ബോൾസ് ആക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചൂണ്ട് വിരൽ ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് ഇതിലേക്കൊന്ന് ഹോൾസ് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഒരിച്ചെടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതിൽ കായപ്പൊടിയോ അതേപോലെ തന്നെ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും തയ്യാറാക്കാം. അങ്ങനെ നമുക്ക് നല്ല അടിപൊളി തേങ്ങാ ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പിടിയോളം മല്ലിയില, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് വെള്ളം. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ നല്ലതുപോലെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ഈ ചമ്മന്തിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. ദോശ, വട, ഇഡ്ഡലി എന്നിവയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള തേങ്ങാ ചട്നിയാണിത്. അങ്ങനെ നമുക്ക് തക്കാളി ചട്നി തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 5 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളി അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 വലിയ തക്കാളി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ തക്കാളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. അധികം വാടേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതിലേക്ക് ഒരു 3 പിഞ്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടുകും ജീരകവും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 വറ്റൽ മുളക് കീറിയത്, അതിൽ തന്നെ കുറച്ച് കറിവേപ്പില,
ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച മാറ്റി വെച്ച നമ്മുടെ തക്കാളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യും. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് അങ്ങനെ ശരവണ ഭവൻ ടേസ്റ്റിൽ വടയും 2 തരം ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.